ഇന്നിവിടെ പറയാൻ പോകുന്നത് ലോ ഓഫ് ജെൻഡർ എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സൽ ലോവിനെ കുറിച്ചാണ്. പെട്ടെന്ന് എനിക്ക് ഇൻറ്റ്യൂറ്റീവിലാണ് എങ്ങനെ തോന്നി സംഭവം ഇങ്ങനെ ഒരു ലോ ഓഫ് ജെൻഡറിനെ കുറിച്ച് പറയണം. ശരിക്കും ലോ ഓഫ് ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ലോ ആണ് ശരിക്കും പറഞ്ഞാൽ. പ്രപഞ്ച ഒരു നിയമമാണ്, 11ഓളം പ്രപഞ്ച നിയമത്തിലെ ഒരു നിയമമാണ് ലോ ഓഫ് ജെൻഡർ എന്ന് പറയുന്നത്. പക്ഷെ അധികം ആരും അതിന് പ്രാധാന്യം കൊടുക്കാറൊന്നുമില്ല. ലോ ഓഫ് അട്രാക്ഷൻ പോലെ, ലോ ഓഫ് വൈബ്രേഷൻ പോലെയൊക്കെ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷേ ഈ ലോ ഓഫ് ജെൻഡർ എന്ന് പറഞ്ഞ ലോയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലോയാണ്. ജീവിത വിജയത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു ലോയാണ് ഈ പറഞ്ഞ ലോ ഓഫ് ജെൻഡർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ലോ ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ നമുക്ക് പറ്റുന്നതാണ്. ഇപ്പോൾ ലോ ഓഫ് ജെൻഡർ ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏതൊരു മനുഷ്യനെയും, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, അവർക്ക് എല്ലാവരുടെ ഉള്ളിലും ഒരു ഡിവൈൻ ആയിട്ടുള്ളൊരു മസ്കുലിൻ എനർജിയും ഒരു ഫെമിനിൻ എനർജിയും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ബാലൻസ് ആയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ജീവിത വിജയം ലഭിക്കുമെന്നാണ് ഈ ലോ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഡിവൈൻ മസ്കുലിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ പറയുന്നത് കോൺഫിഡൻസ്, പിന്നെ എന്ത് കാര്യം ചാലഞ്ച് ഏറ്റെടുക്കാനുള്ളൊരു കഴിവ്, ഇങ്ങനെയുള്ള പല പല ഗുണങ്ങളുണ്ട് മാസ്കുലിൻ. അതേപോലെ ഫെമിനിൻ എനർജിക്കാണെങ്കിൽ എംപാത്തായിരിക്കും, അതല്ല കരുണ, സ്നേഹം, ദയ. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഫെമിനിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ രണ്ട് ക്വാളിറ്റികളും തമ്മിൽ ഒരു കമ്പൈനായിട്ട് പോയാൽ മാത്രമേ നമ്മുടെ ലൈഫ് ജയിക്കൂ എന്നാണ് ഈ പറഞ്ഞ ലോ ഓഫ് ജെൻഡർ പറയുന്നത്. താങ്ക് യു.